ആക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. പൂജാ ബമ്പർ ഒന്നാം സമ്മാനം JD 545542 എന്ന ടിക്കറ്റിന്. സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുന്നു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയുടെയും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ 2 സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക തള്ളി. വിമത ഭീഷണിയിൽ മുന്നണികൾ. തൃശൂരിൽ തീറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പ്രതികളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തമായ സൂചന ലഭിച്ചു. കൊടുങ്ങല്ലൂരിൽ 3 വയസ്സുള്ള രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിന് നേരെ ആക്രമണം. ഓട്ടോറിക്ഷയിൽ തട്ടിയെന്ന് ആരോപിച്ച് ഓട്ടോ ഡ്രൈവറാണ് ആക്രമിച്ചത്. കാറളത്ത് ചെത്ത് തെങ്ങുകൾക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് കാർ ഇടിച്ചു കയറ്റിയതായി പരാതി. വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്കാണ് കാർ ഇടിച്ചു കയറ്റിയത്. വെറ്റിലപ്പാറയിൽ പള്ളിക്ക് നേരെ കാട്ടാന ആക്രമണം. വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തു കടന്ന കാട്ടാനകൾ സങ്കീർത്തിലെ സാധന സാമഗ്രികൾ നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പൂജാ ബമ്പർ ഒന്നാം സമ്മാനമായ 12 കോടി JD 545542 എന്ന ടിക്കറ്റിന് ലഭിച്ചു. പാലക്കാട് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. 3 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് വിറ്റുപോയതെന്നും ടിക്കറ്റ് എടുത്തത് പ്രദേശവാസികളിൽ ആരെങ്കിലും ആകാനാണ് സാധ്യതയെന്നും കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി ഉടമ പറഞ്ഞു. സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയിലും ഒന്നാം സമ്മാനം ഇതേ ഏജൻസി വിറ്റ ടിക്കറ്റിനായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുന്നു. സ്വീകരിച്ച പത്രികകളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും. പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി മറ്റന്നാളാണ്. തിങ്കളാഴ്ച വൈകിട്ട് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പരസ്യപ്പെടുത്തും. റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന്റെ ഓഫീസിലും സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. അതേസമയം ജില്ലയിലെ പലയിടങ്ങളിലും മുന്നണികൾക്ക് ഭീഷണിയായി വിമതർ രംഗത്തുണ്ട്. വിമത സ്ഥാനാർത്ഥികളെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. പട്ടികജാതി വനിതാ സംവരണമായ 18ാം വാർഡിലെ സ്ഥാനാർത്ഥി ES ഷൈബിയുടെ പത്രികയാണ് വാരണാധികാരി അസാധുവാക്കിയത്. LDFിലെ സുനീതിയും UDF സ്ഥാനാർത്ഥി സീമ തറയിലും തമ്മിലുള്ള മത്സരമാണിവിടെ നടക്കുക. പഞ്ചായത്തിൽ സമർപ്പിച്ച 149 നാമനിർദ്ദേശ പത്രികകളിൽ 148 സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പരിഗണിച്ചു. നിലവിൽ 105 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ നാമനിർദ്ദേശ സൂക്ഷ്മ പരിശോധനയിൽ 2 പേരുടെ പത്രിക തള്ളി. മന്ധലാംകുന്ന് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി സബിത സദാനന്ദൻ, എടക്കഴിയൂർ ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥി MC സബിത എന്നിവരുടെ പത്രികയാണ് തള്ളിയത്. തൃശൂരിൽ തീറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. രാഗം തീറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് കഴിഞ്ഞ ദിവസം രാത്രി വെട്ടേറ്റത്. പ്രതികളെക്കുറിച്ച് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. തീറ്റർ ഉടമയെ ആക്രമിക്കാൻ ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയത് തൃശൂർ നഗരത്തിലെ കടയിൽ നിന്നാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കടയിലെത്തി അന്വേഷണ സംഘം പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. ചുറ്റികയുടെ പിടിയിൽ പതിച്ചിരുന്ന പച്ച സ്റ്റിക്കർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കട പോലീസ് കണ്ടെത്തിയത്. സുനിലിന്റെ വീടിന് മുൻപിൽ വെച്ച് കാറിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുട്ടിൽ പതിയിരുന്ന 3-അംഗ സംഘം വാൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിയ ശേഷം സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന് നേരെ ആക്രമണം. 3 വയസ്സുകാരിയായ രോഗിയുമായി കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിലെത്തിയ സാന്ത്വനം ആംബുലൻസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. മതിലകത്തെ VKR ആശുപത്രിയിൽ നിന്നും കുട്ടിയെ കൊടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുപോകും വഴി ചന്തപുരയിൽ ആംബുലൻസ് ഓട്ടോറിക്ഷയിൽ തട്ടിയിരുന്നു. ഇതിൽ സുഭിക്ഷിതനായ
ഇതിൽ സുഭിക്ഷിതനായ ഓട്ടോ ഡ്രൈവർ പിന്തുടർന്നെത്തി AR ആശുപത്രിയിൽ വെച്ച് ആംബുലൻസിന്റെ ചില്ല് അടിച്ചു തകർക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ കൊടുങ്ങല്ലൂർ ചാലക്കുളം സ്വദേശി രഞ്ജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറളത്ത് കള്ളുചെത്ത് തൊഴിലാളികൾ കള്ളൂറ്റാൻ ഉപയോഗിക്കുന്ന കുടങ്ങൾ സാമൂഹ്യ വിരുദ്ധർ തല്ലിത്തകർത്തു. ചെമ്മണ്ട കായൽ കടും കൃഷി സംഘത്തിൽപ്പെട്ട പുളിയമ്പാടം കർഷകരുടെ 20 തെങ്ങുകളിൽ സ്ഥാപിച്ച കുടങ്ങളാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. രാവിലെ കള്ളു ചെത്താൻ എത്തിയ തൊഴിലാളികളാണ് കള്ളൂറ്റാൻ ഉപയോഗിക്കുന്ന 20ഓളം കുടങ്ങൾ തല്ലിത്തകർത്ത നിലയിലും ശേഖരിച്ചിരുന്ന കള്ള് മോഷ്ടിച്ചതായും കണ്ടെത്തിയത്. ഏറെ നാളുകളായി ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കള്ളൂറ്റാൻ എത്തിയവരെ തൊഴിലാളികൾ പിടികൂടി പോലീസിന് കൈമാറിയിരുന്നു. എന്നാൽ പോലീസ് ഇവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ചെത്ത് തൊഴിലാളികളായ സുരേഷ് ബാബുവും ഗുരുദാസനും പറഞ്ഞു. 15 ദിവസം കാവലിൽ ഇരുന്നിട്ട് 2 ആളെ പിടിച്ചു. രാത്രി 12 മണിക്ക് പിടിച്ചത്. 3 ആളുണ്ടായിരുന്നു. ഒറ്റ വെള്ളാങ്കല്ല് വരെ ഓടിപ്പോയി. 2 ആൾ ഇവിടെ അടുത്തുള്ള പിള്ളേരാ പോലീസുകാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവരെ വീട്ടിൽ വന്നിട്ട് നേരെ നാളെ പിറ്റേ ദിവസം സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ എന്നിട്ട് പറഞ്ഞു, SI പറഞ്ഞു ഇവരെ കൂട്ടാളികളെ കൊണ്ടുവരാൻ പറഞ്ഞു. കൂട്ടാളികളെ കൊണ്ട് ഇവർ പോയില്ല, അത് കേസാക്കിയില്ല. അന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു 50,000 രൂപ താഴെ നഷ്ടം വന്നിട്ടുണ്ട്. 4 തെങ്ങിൻ്റെ മാട്ടം ഒരു 16 മാട്ടത്തോളം തല്ലി പൊളിച്ചിട്ടുണ്ട്. പിന്നെ 11 തെങ്ങിൻ്റെ കള്ളൂറ്റിയുണ്ട്. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് 4 പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്ത് 1 പ്രാവശ്യം റെസീറ്റ് വന്നു. CIക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനി പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. നേരെ ഇരിഞ്ഞാലട SPക്ക് അവിടെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കും. തൃശൂർ വടക്കുനാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് കാർ ഇടിച്ചു കയറ്റിയതായി പരാതി. വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി തടസ്സങ്ങൾ മറികടന്ന് കാർ ഇടിച്ചു കയറ്റിയത്. തുടർന്ന് ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന ഭക്തർ പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. രാത്രി സമയങ്ങളിൽ തേക്കിൻകാട് മദ്യപരുടെ ശല്യം രൂക്ഷമാണെന്ന് ഭക്തർ പരാതിപ്പെട്ടു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 1-ാം ബ്ലോക്കിലെ വെറ്റിലപ്പാറയിൽ പള്ളിക്ക് നേരെ കാട്ടാന ആക്രമണം. ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന ആനകൾ സങ്കീർത്തിയിലെ സാധന സാമഗ്രികൾ നശിപ്പിച്ചു. ഹാളിലെ ടൈൽസും മറ്റും ചവിട്ടിപ്പൊളിച്ചു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കാടിനകത്തുള്ള ദേവാലയത്തിൽ ഞായറാഴ്ച ഒരു നേരം മാത്രമാണ് ദിവ്യബലി നടക്കുന്നത്. പ്രദേശത്ത് വർഷങ്ങളായി ആൾതാമസമില്ല. കഴിഞ്ഞ മാസവും ഇവിടെ കാട്ടാനകൾ ആക്രമണം നടത്തിയിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളുമായി വിനോദയാത്ര പോയിരുന്ന ടൂറിസ്റ്റ് ബസ് കൊടകരയിൽ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. ദേശീയപാത കൊടകര മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തുള്ള പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി എറണാകുളത്തേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിന് ഭാഗികമായി കേടുപറ്റിയതിനെ തുടർന്ന് മറ്റൊരു ബസ്സിൽ കുട്ടികളുമായി വിനോദയാത്ര തുടർന്നു. ഓട്ടുപാറ പരുത്തിപ്രയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും ചേലക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ തൃശൂർ സ്വദേശി ജോജുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം പൊന്നാനി വലിയൻകോട് സ്വദേശി യാസറാണ് കാർ ഓടിച്ചിരുന്നത്. കാറിന്റെ മുൻഭാഗത്തെ ടയർ പൊട്ടിയതാണ് അപകട കാരണം. നിയന്ത്രണം വിട്ട് റോഡിന്റെ എതിർദിശയിലേക്ക് തിരിഞ്ഞു കയറിയ കാർ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച് ഫുട്പാത്തിൽ ഇടിച്ചു നിന്നു. മണ്ണുത്തി 14-ാം ഡിവിഷനിൽ പട്ടാളക്കുന്നിൽ പട്ടയം കിട്ടാതെ 70-ലേറെ കുടുംബങ്ങൾ പ്രക്ഷോഭത്തിലേക്ക്. ഭരണാധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നും പട്ടയം ലഭിക്കുന്നതുവരെ തിരഞ്ഞെടുപ്പിൽ സഹകരിക്കില്ലെന്നും പട്ടയാവകാശ സംരക്ഷണ സമിതി അറിയിച്ചു. പട്ടയത്തിനായി വർഷങ്ങളേറെയായി സർക്കാർ ഓഫീസുകളും രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളും കയറിയിറങ്ങിയിട്ടും ഇതുവരെ പട്ടയം ലഭിച്ചില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. 70ഓളം കുടുംബങ്ങളിലും 200-ലധികം വോട്ടർമാരാണ് ഇവിടെയുള്ളത്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ വീണതന്ത്രികളിൽ മാസ്മരിക സംഗീതം തീർത്ത് നിർമ്മല രാജശേഖരൻ ആസ്വാദകരുടെ ഹൃദയം കീഴടക്കി. ത്യാഗരാജരുടെ പഞ്ചരത്നകൃതിയായ സാധിംചനെ ആരബി രാഗത്തിൽ അവതരിപ്പിച്ചാണ് കച്ചേരി ആരംഭിച്ചത്. തുടർന്ന് ദേവദേവ കലായാമിതെ മായാമാളവഗൗളയിലും ഗോകുലനിലയ കൃപാലയ കീർത്തനം ആഭേരി രാഗത്തിലും അവതരിപ്പിച്ചു.
സ്വാതി തിരുനാൾ കൃതിയായ ജയ ജയ പത്മനാഭ സരസാംഗി രാഗത്തിലും അവതരിപ്പിച്ചു. തുടർന്ന് മീരാഭജനായ മായിനി മേധോ എന്ന ഭജൻ ദേശ് രാഗത്തിലും ആലില തുളസി എന്ന ഗാനം ഭൈരവി രാഗത്തിലും വിസ്തരിച്ച് കച്ചേരിക്ക് സമാപനം കുറിച്ചു. വയല രാജേന്ദ്രൻ വയലിനിലും മുരുകഭൂപതി മൃദംഗത്തിലും കുറിച്ചിത്താനം അനന്തകൃഷ്ണൻ ഘടത്തിലും പക്കമേളമൊരുക്കി. യുവസംഗീതജ്ഞ സ്വരാത്മിക ശ്രീകാന്തിന്റെ കച്ചേരി ആസ്വാദകരുടെ മനം കവർന്നു. SR രാജശ്രീ വയലിനാലും ബുർറ ശ്രീറാം മൃദംഗത്തിലും ദീപു ഏലംകുളം ഘടത്തിലും പക്കമേളമൊരുക്കി. പ്രസന്ന വെങ്കിട്ടരാമന്റെ കച്ചേരിയും അവിസ്മരണീയമായി. സന്താന ഗോപാലകൃഷ്ണം എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി പാടിയാണ് പ്രസന്ന വെങ്കിട്ടരാമൻ കച്ചേരിക്ക് തുടക്കമിട്ടത്. വൈകിട്ട് നടക്കുന്ന വിശേഷാൽ കച്ചേരിക്ക് ആസ്വാദകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. സായ് നികേതൻ വാർഷികാഘോഷം തൃശൂരിൽ നടന്നു. പാറമേക്കാവ് അഗ്രശാലയിൽ നടന്ന വാർഷികാഘോഷം ജസ്റ്റിസ് VM ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു. സായ് നികേതൻ പ്രസിഡന്റ് OP പാലൻ അധ്യക്ഷത വഹിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശ്രീധരൻ തേറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പൂരം. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പുത്തൂർ പഞ്ചായത്തിലെ 2 വാർഡുകളിലായി ദമ്പതികൾ മത്സരഗോതിയിലേക്ക് ഇറങ്ങുകയാണ്. ഭർത്താവിന് കന്നി-അംഗമാണെങ്കിൽ ഭാര്യ 4ാം തവണയാണ് UDFന് വേണ്ടി ജനവിധി തേടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുത്തൂർ പഞ്ചായത്തിൽ 2ാം വാർഡിൽ സേതുമാധവനും 23ാം വാർഡിൽ ബിന്ദു സേതുമാധവനുമാണ് മത്സരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്ന് വെച്ചാൽ ഇരുവരും ദമ്പതികളാണ് എന്നുള്ളതാണ്. ഇളംതുരുത്തി, കുന്നംകാട്ടുകര, മേനകത്ത് സേതുമാധവൻ, ഭാര്യ ബിന്ദു എന്നിവരാണ് മത്സരിക്കുന്നത്. പുത്തൂർ 2ാം വാർഡ് തോണിപ്പാറ വാർഡിലാണ് സേതുമാധവൻ കന്നി-അംഗത്തിനിറങ്ങുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. എൻ്റെ ഭാര്യ ശ്രീമതി ബിന്ദു സേതുമാധവൻ 4ാമത്തെ തവണയാണ് 23ാം വാർഡ് പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡിൽ മത്സരിക്കുന്നത്. 3 തവണയും അവിടെ തന്നെയാണ് മത്സരിച്ച്. വാർഡ് വിഭജനമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ആ വാർഡിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ പ്രതിദാനം ചെയ്ത് 15 കൊല്ലം തുടർച്ചയായിട്ട് ആ വാർഡിൽ വേണ്ടപ്പെട്ട വികസനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരു ഫുട്ബോളറും കൂടിയാണ്. BSNL ജീവനക്കാരനായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം അതിനു മുമ്പും പുത്തൂരിൻ്റെ ഹൈസ്കൂൾ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചത്. മികച്ച ഫുട്ബോൾ കളിക്കാരനും പരിശീലകനുമായ സേതുമാധവൻ 22ാം വയസ്സ് മുതൽ കാൽപന്തുകളിയിൽ സജീവമാണ്. BSNLിൽ 31.5 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച സേതുമാധവൻ വെറ്ററൻസ് ജില്ലാ ഫുട്ബോൾ ടീം അംഗമാണ്. 55-കാരിയായ ഭാര്യ ബിന്ദു 23ാം വാർഡായ ഇളംതുരുത്തിയിലാണ് മത്സരിക്കുന്നത്. 2010-15 ആദ്യ മത്സരം. കന്നി-അംഗത്തിൽ തന്നെ വിജയിച്ച ബിന്ദു വൈസ് പ്രസിഡന്റായി. 2010 സാധാരണ ഒരു വീട്ടമ്മയായി വന്ന് ഇലക്ഷനെ നേരിട്ട് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് നമ്മൾ ആ വാർഡിൽ ജയിച്ചു വന്നിട്ടുള്ളതാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ വാർഡിലെ എല്ലാവരും തന്നെ ഒരുവിധം ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ വീണ്ടും നിൽക്കണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ടും അതേപോലെ തന്നെ പാർട്ടി പറഞ്ഞതുകൊണ്ടും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും 4ാമത് മത്സരത്തിൽ രംഗത്ത് എത്തിയിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയായിട്ട് സംയോജിച്ച് തീരെ കുടിവെള്ളം എത്താത്ത സ്ഥലത്തൊക്കെയും ഇപ്പോൾ വെള്ളം എത്തിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെയും അത് ശരിയാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും 2 വാർഡുകളും തങ്ങൾക്ക് തന്നെ വേണമെന്ന് ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇരുവരും UDFന് വേണ്ടി പോരാട്ടത്തിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നതോടുകൂടി ബോർഡുകൾ ഒരുക്കുന്ന തിരക്കിലാണ് സെറ്റോയും സുഹൃത്തുക്കളും. ഫ്ലക്സ്, പ്രിന്റിംഗ് ഫ്ലക്സ് ബോർഡുകൾ എന്നിവയാണ് സെറ്റോ സേവ്യറിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. പകലും രാത്രിയിലും നിന്നാണ് ബോർഡുകൾ തയ്യാറാക്കുന്നതെന്ന് സെറ്റോ പറഞ്ഞു. തിരുവിലാമല പഞ്ചായത്തിലെ 17-19 വാർഡുകളിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവിലാമല സർവീസ് സഹകരണ സംഘം പ്രസിഡന്റുമായ M. അരവിന്ദാക്ഷൻ നായർ ഉദ്ഘാടനം ചെയ്തു. 17-19 സ്ഥാനാർത്ഥികളാണ്
സ്ഥാനാർത്ഥികളായ പി പ്രവീണ, എം ഉദയൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ബീന സന്തോഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാമു മലവട്ടം, KSU ജില്ലാ സെക്രട്ടറി സാരംഗ് തിരുവില്ലാമല, രാജു വെട്ടുകാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ഡലം പ്രസിഡന്റ് രാമു ഒരു കാരണമായിരുന്നെന്ന് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ നേടി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഭരണത്തിലെത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട തിരുവില്ലാമല മണ്ഡലം പ്രസിഡന്റ് രാമു ഒരു കാരണമായിരുന്നെന്ന് ഈ 2 വാർഡുകളിൽ നിന്നും തവണത്തേക്കാൾ സീറ്റുകൾ നേടി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഭരണത്തിലെത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇടവേള. ഒരു വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പാലിയൂർ തീർത്ഥ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിന്റെ ഭാഗമായി പ്ലാങ്ങാട് സാന്ത്വന തീരം കപ്പേളയിൽ നിന്ന് പരമ്പരാഗത ക്രിസ്തീയ കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടെ കടൽ തീരത്തേക്ക് പ്രദക്ഷിണം നടന്നു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ വെള്ളം, ബോട്ട്, വല എന്നിവയും വെഞ്ചരിച്ചു. ഭാരത പ്രവേശന തിരുനാളിന്റെ ഭാഗമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മത്സ്യബന്ധന തൊഴിലാളികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സാന്ത്വനം ഡയറക്ടർ ഫാദർ ജോജു ആളൂർ, തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ, കൺവീനർ ജോസ് പനക്കൽ, കൈക്കാരന്മാരായ സേവ്യർ വാഗയിൽ, ഫ്രാൻസിസ് ചിരയം കണ്ടത്ത്, ഫാൻസി ചൊവ്വല്ലൂർ, PA ഹൈസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാറപ്പുറത്ത് ചന്തുവിന് പുനർജനനി നൂഴലിന് ഇത് 50-ാം വർഷം. തിരുവില്ലാമലയിലെ പാറപ്പുറത്ത് രാമചന്ദ്രൻ എന്ന ചന്തു 50-ാം വർഷവും പുനർജനി നൂഴാൻ തയ്യാറെടുക്കുന്നു. പ്രസിദ്ധമായ തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പുനർജനി നൂഴൽ. 15-ാം വയസ്സിൽ തന്നെ ജ്യേഷ്ഠൻ രാധാകൃഷ്ണനോടൊപ്പമായിരുന്നു നൂഴലിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ തന്റെ മകൻ ഗോകുലിനെയും കൂട്ടിയാണ് നൂഴലിനെത്തുന്നത്. ഡിസംബർ 1 തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടെത്തുന്ന മേൽശാന്തിമാർ ഗുഹാമുഖത്ത് പൂജ നടത്തിയതിനു ശേഷം ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. ആദ്യം ചന്തുവാണ് ഗുഹയിൽ നൂഴുക. പിന്നീട് ടോക്കൺ പ്രകാരം ഭക്തരുടെ നൂഴൽ ആരംഭിക്കും. വർഷത്തിലൊരിക്കൽ വൃശ്ചികമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശി നാളിലാണ് പുനർജനി നൂഴൽ നടക്കുന്നത്. ഈ വർഷത്തെ പുനർജനി ഡിസംബർ 1 നടക്കുന്നത്. തലേദിവസം വൈകിട്ട് 5 മണിക്ക് തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം ഓഫീസിൽ ടോക്കൺ വിതരണം തുടങ്ങും. 800 മുതൽ 1000 വരെ ടോക്കണാണ് ഉണ്ടാവുക. പുനർജനി നൂഴൽ രാത്രി വൈകിട്ട് വരെ നീണ്ടുനിൽക്കും. ദേവഗുരു ബൃഹസ്മിതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമ്മവിനാൽ പണികഴിച്ചതാണ് പുനർജനി ഗുഹ എന്നതാണ് ഐതിഹ്യം. ഓരോ പ്രാവശ്യവും ഗുഹ നൂഴുമ്പോൾ ഓരോ ജന്മത്തെ പാപം ശമിക്കുന്നു എന്നാണ് വിശ്വാസം. 50-ാം വർഷവും നൂഴാൻ തയ്യാറെടുക്കുന്ന ഒരുക്കത്തിലാണ് തിരുവില്ലാമലയിലെ രാമചന്ദ്രൻ എന്ന ചന്തു. TCV ന്യൂസ്, തിരുവില്ലാമല. സ്വർണ്ണവില കുത്തനെ വർദ്ധിച്ചു. ഗ്രാമിന് 170 രൂപ വർദ്ധിച്ച് ഗ്രാമിന് 11,535 രൂപയായി. പവന് 1,360 രൂപ വർദ്ധിച്ച് 92,280 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. ഇത് ആനകളുടെ തോഴൻ ആദർശ് പറവൂർ. പാലിയത്തുരുത്ത് സ്വദേശിയായ ഈ 7-ാം ക്ലാസ്സുകാരന് പരിചയമില്ലാത്ത കരിവീരന്മാരില്ല. കേരളത്തിലെ ഒട്ടുമിക്ക ആനകളുടെയും പേര് ആദർശിന് മനപ്പാടമാണ്. തെച്ചിക്കൊട്ടാവ് രാമേന്ദ്രൻ, തെച്ചിക്കൊട്ടാവ് ദേവിദാസൻ, ഊട്ടോളി അനന്തൻ, ഊട്ടോളി പ്രസാദ്, ഊട്ടോളി മഹാദേവൻ, ഊട്ടോളി ചന്തു, ഊട്ടോളി ഗജേന്ദ്രൻ, ഊട്ടോളി രാമൻ, ഊട്ടോളി അനന്തൻ, മംഗലാവുന്ന് കർണൻ, മംഗലാവുന്ന് ശരണൈവൻ, മംഗലാവുന്ന് ഗണപതി,
മംഗലാകുന്ന് ഉമാമേശ്വരം. 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദർശിന്റെ മനസ്സിൽ ആനക്കമ്പം എങ്ങനെയോ വേരുപിടിക്കുന്നത്. അന്നു മുതൽ ഇങ്ങോട്ട് ഉത്സവപ്പറമ്പുകളിലെ സ്ഥിരം കാണിയാണ് ഈ 12 വയസ്സുകാരൻ. തൃശൂർ പൂരം ഉൾപ്പെടെ കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം ആദർശ് ഇതിനകം കണ്ടുകഴിഞ്ഞു. സമീപ പ്രദേശത്ത് എവിടെ ആനയെത്തിയാലും ആദർശ് അവിടെയുണ്ടാകും. പറ്റാവുന്നിടത്തൊക്കെ തന്റെ സൈക്കിളിലാണ് ആദർശ് ചെന്നെത്തുന്നത്. ആനയോളം വലുപ്പമുള്ള ഒരു ആഗ്രഹം തന്റെ കുഞ്ഞു മനസ്സിൽ നട്ടുവളർത്തുന്നുണ്ട് ഈ ബാലൻ. വലുതാകുമ്പോൾ ഒരാനയെ സ്വന്തമാക്കണം, അതിനായി പഠിച്ചു ജോലി നേടണം. ഈ മോഹവുമായി ലക്ഷ്യം തേടി നടക്കുകയാണ് ആദർശ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ആളൂർ വരപ്രസാദനാഥ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള അങ്ങാടി അമ്പ് തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് അമ്പു കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. അങ്ങാടി അമ്പ് പ്രദക്ഷിണത്തിന് ശേഷം 3 ആനകളെ അണിനിരത്തി എഴുന്നള്ളിപ്പ്, രാത്രി ബാൻഡ്, വാദ്യമത്സരം എന്നിവയും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർമാരായ റോയ് ജെ കളത്തിങ്കൽ, ഷാജു അരിക്കാട്ട്, ജോൺസൺ വാലപ്പൻ, ജോയ് മേച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. മനക്കൊടി സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഫാദർ സോളി തട്ടിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ പോൾ മാളിയമ്മാവ്, തിരുനാൾ കമ്മിറ്റി കൺവീനർ ആന്റോ ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 28, 29, 30, ഡിസംബർ 1 തീയതികളിലായാണ് തിരുനാൾ. പാവറട്ടി YMCAയുടെ ആഭിമുഖ്യത്തിൽ പാവറട്ടി സെന്റ് ജോസഫ് LP സ്കൂളിൽ അഖില കേരള ബാലചിത്ര രചനാ മത്സരം സംഘടിപ്പിച്ചു. ചിത്രരചനാ മത്സരത്തിൽ 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തീർത്ഥകേന്ദ്രം ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ബാലചിത്ര രചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് VS സൈബി അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജിജോ തോമസ്, റീജിയണൽ ചെയർമാൻ ജോൺസൺ, CF ഷാജു, AC ജോർജ്, KS ഷെബി മാർട്ടിൻ, ലൂവിസ്, ജോഷി കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. അകക്കണ്ണിന്റെ കാഴ്ചയിൽ പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് അംന ഫാത്തിമ എന്ന 7-ാം ക്ലാസ്സുകാരി. ഒരു വയസ്സാവതോറും ഉഷർമയൽ ഉലകിലെ കതിരോന്മശങ്കിടുന്നൊളിയായി അരികോറും കരിവുകിൽ കനത്ത പൊൽനീലയായി യേശത്തിൽ സിദ്ധിക്കുമൻ അലിപൊലി കലിയായി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ SRVUP സ്കൂൾ വിദ്യാർത്ഥിനിയായ അംന ജന്മനാലുള്ള കാഴ്ചപരിമിതിയാണ് തന്റെ കഴിവുകൾ കൊണ്ട് തോൽപ്പിച്ചത്. ചന്ദ്രാപിന്നി സ്വദേശി അറക്കവീട്ടിൽ നവാസ്, ഷെറീന ദമ്പതികളുടെ 4 മക്കളിൽ ഇളയവളായ അംനയ്ക്ക് ജന്മനാൽ തന്നെ വലതുകണ്ണിന്റെ പൂർണ്ണമായും ഇടതുകണ്ണിന്റെ 80% കാഴ്ചശക്തി നഷ്ടമായിരുന്നു. കടുമേൽ കടുകവേ അലമതുമെത്തി കൊടുമേൽ കഠിനമേ കെണ്ടതിൽ വിരുത്തി ചെണ്ടരിൽ തിരുത്തി ചെണ്ടത് ചോരിന്താനേ ദുരിതം മൂളിന്താനേ ഉഷിയായി അകന്താനേ. വിധിക്ക് മുന്നിൽ തളരാൻ പക്ഷേ അംനയുടെ മനസ്സ് തയ്യാറായില്ല. ഒപ്പം രക്ഷിതാക്കളും. ചെറിയ ക്ലാസ് മുതൽ തന്നെ അംന പഠനത്തിൽ മികവ് കാണിച്ചു തുടങ്ങിയിരുന്നു. അധ്യാപകർ അടുത്തിരുന്ന പാഠഭാഗങ്ങൾ ഒരു തവണ വായിച്ചു കേൾപ്പിച്ചാൽ മതി. അതിലെ ഏതു ചോദ്യത്തിനും അംന തെറ്റാതെ ഉത്തരം പറയും. പുസ്തകങ്ങൾ കണ്ണിനോട് ചേർത്ത് വെച്ചാൽ അപൂർണമായാണെങ്കിലും വായിക്കാൻ കഴിയുമെന്നായതോടെ അക്ഷരങ്ങളോടും പതിയെ അംന കൂട്ടുകൂടി. വലിയ അക്ഷരത്തിൽ എഴുതിയാൽ അംന അതെല്ലാം കുറച്ചു സമയമെടുത്തായാലും വായിക്കും. കയ്പമംഗലം കൂരിക്കുഴി GLP സ്കൂളിൽ നിന്ന് 5-ാം ക്ലാസ്സിലാണ് ചന്ദ്രാപിന്നി SRVUP സ്കൂളിലേക്ക് അംന എത്തുന്നത്. അംനയിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ പ്രധാന അധ്യാപിക ആശ ടീച്ചറും മറ്റ് അധ്യാപകരും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടി. കാണുന്നതൊക്കെ തന്നെ നമ്മൾ പുസ്തകമാണെങ്കിൽ വളരെ ക്ലോസ് ചെയ്ത് കണ്ണിനോട് ചേർത്ത് പിടിച്ചാൽ മാത്രമേ ആ കുട്ടിക്ക് അത് കാണാൻ പറ്റുള്ളൂ. അത് ഒരു കണ്ണിനാണ് പറയുന്നത്, കണ്ണിന് ചെറിയൊരു നിഴൽ പോലെ 2 കണ്ണും മാറ്റി വെക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കണ്ണുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ലാത്തതിനാലാണ് നമ്മൾ കണ്ണ് മാറ്റിക്കൽ സർജറി നടത്താത്തതെന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത്. ഇപ്പോഴും അത് ലഭ്യമാണെങ്കിൽ നമ്മളത് മാറ്റിവെച്ച് അവൾക്ക് കാഴ്ച കിട്ടാനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നതിനേക്കാളും കൂടുതലാണ് ഈ കുട്ടിയുടെ പഠിക്കാനുള്ള കഴിവെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്.
എന്തുതന്നെയാലും ഞങ്ങൾക്ക് നമ്മുടെ ഈ കുട്ടീനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം, അഭിമാനമുണ്ട്. സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ സജീവ സാന്നിധ്യമാണിപ്പോൾ ഈ മിടുക്കി. ചിത്രരചനയിൽ താല്പര്യമുണ്ടെങ്കിലും പാട്ടിനോടാണ് അമ്നയ്ക്ക് കൂടുതൽ ഇഷ്ടം. ഇക്കഴിഞ്ഞ വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും അമ്ന എ ഗ്രേഡ് സ്വന്തമാക്കി. ഭാവിയിൽ മികച്ചൊരു ഗായികയാകണമെന്നാണ് അമ്നയുടെ ആഗ്രഹം. ബിന്ദുവോ നെഞ്ചകം വഞ്ചിത പോലെ എലിമതി നിൻ പാദകം മാനിഷാദാ 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 ഈ ലോകം തേടും സ്നേഹം സാമോദം കൊണ്ടേ നീ വാ വരിക ശാന്തക വരിക ശാന്തക. TCV ന്യൂസ്, കയ്പമംഗലം. കൊടകര ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. മിനി ശബരിമല, സ്ത്രീകളുടെ ശബരിമല എന്നിങ്ങനെ അറിയപ്പെടുന്ന ആറേശ്വരം ക്ഷേത്രത്തിലെ ഷഷ്ടിക്ക് വൻ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. പുലർച്ചെ 4-ന് ക്ഷേത്രനട തുറന്നത് മുതൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആറേശ്വരം കുന്നിൻ മുകളിലേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹമായിരുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി KN വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. 11 കാവടി സെറ്റുകളാണ് ഇത്തവണ ഷഷ്ടി ആഘോഷത്തിൽ പങ്കാളികളായത്. ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ PK അഭിലാഷ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പറപ്പൂർ സെന്റ് ജോൺ നെപ്യൂംസാൻ ഫൊറോന ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന കൂടുതൂർക്ക ശുശ്രൂഷകൾക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. നാളെ രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലി നടക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് വർണ്ണമഴ എന്നിവ നടക്കും. പെരിങ്ങോട്ടുകര കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ചെമ്മാമ്പിള്ളി ആനേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. പ്രസാദഊട്ടും ഉണ്ടായിരുന്നു. സെൻട്രൽ കമ്മിറ്റിയും 7 പ്രാദേശിക കമ്മിറ്റികളും ദേശക്കാരും സംയുക്തമായിട്ടാണ് ദേശവിളക്ക് സംഘടിപ്പിച്ചത്. ക്ഷേത്ര മേൽശാന്തി ശ്രീകുമാർ ചാഴൂർ കാർമ്മികത്വം വഹിച്ചു. വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് പണിക്കാശ്ശേരി സോമശേഖരൻ, സെക്രട്ടറി വടക്കുംതുള്ളി ഉണ്ണികൃഷ്ണൻ, ബാബുരാജ് പൂക്കാട്ട്, രാമചന്ദ്രൻ പൂക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. പരിമിതികളെ മറികടന്ന് സംഗീത ചിത്രരചനാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പൂങ്കുന്നം സ്വദേശി ശ്രേയസ് കിരണിന് ഞായറാഴ്ച വെളുത്തൂർ മാനവ് സംഗീത അക്കാദമിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അനുമോദന സദസ്സ് ഗാനരചയിതാവ് MT രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മാനവ് സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ ശ്രേയസിന് ഓട്ടിസത്തിന്റെ വെല്ലുവിളികൾക്കിടയിലും സംഗീതത്തിലും ചിത്രരചനയിലും ഒരുപോലെ പ്രാഗൽഭ്യം നേടാനായി. ഡിസംബർ 3-ന് രാഷ്ട്രപതിയിൽ നിന്ന് ശ്രേഷ്ഠ ദിവ്യാംകൻ പുരസ്കാരം ശ്രേയസ് കിരൺ ഏറ്റുവാങ്ങും. മാനവ് സംഗീത അക്കാദമി പ്രിൻസിപ്പൽ സതീഷ് ന്യാസ്, മ്യൂസിക് ക്ലബ് അംഗങ്ങളായ മണി കുന്നത്ത്, അനിൽകുമാർ, കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ഭക്തിനിർഭരമായി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വത്തിൽ ഭഗവത് സേവയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പും എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പൂത്താലത്തിന്റെയും വാദ്യാഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെ അകമ്പടിയോടും കൂടി നഗരപ്രദക്ഷിണം ചെയ്ത് വിളക്ക് പന്തലിൽ എത്തി സമാപിച്ചു. തുടർന്ന് കാണിപ്പാട്ട്, പൊലിപ്പാട്ട്, വെട്ടുതട, തിരി, ഉഴിച്ചൽ എന്നിവയും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ KK മണികണ്ഠൻ, അക്ഷയ് രഞ്ജൻ എന്നിവർ നേതൃത്വം നൽകി.
കാണിപ്പയ്യൂർ സ്വദേശിയായ 16 വയസ്സുകാരനെ കാണാതായതായി പരാതി. ചെമ്പത്തിയിൽ വീട്ടിൽ സുബീഷിന്റെ മകൻ മുഹമ്മദ് അൻസാഹിനെയാണ് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായത്. വീട്ടിൽ നിന്ന് കുന്നംകുളത്തേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയ വിദ്യാർത്ഥി വീട്ടിൽ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 0488522211 നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. പൂച്ചിനിപ്പാടം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജിയോ പള്ളിപ്പുറത്തുകാരൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 29, 30, ഡിസംബർ 1 തീയതികളിലായാണ് തിരുനാൾ. 28-ന് ദീപാലങ്കാര സ്വിച്ച് ഓൺ നടക്കും. തിങ്കളാഴ്ച രാത്രി സംഗീത വിരുന്നോടുകൂടി തിരുനാൾ ആഘോഷം സമാപിക്കും. വലപ്പാട് ഉപജില്ലയിലെ UP വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ലിറ്റിൽ മാസ്റ്റേഴ്സ് പരിശീലന പരിപാടിക്ക് തുടക്കമായി. ചെർണാപ്പിനി പെരുമ്പടവ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പരിശീലന പരിപാടി വലപ്പാട് AEO KV അമ്പിളി ഉദ്ഘാടനം ചെയ്തു. ഡയറ്റ് ഫാക്കൽറ്റി P പ്രസി അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വികസന സമിതി ട്രഷറർ TV വിനോദ്, GLP സ്കൂൾ പ്രധാനാധ്യാപിക മഞ്ജു, HM ഫോറം കൺവീനർ ഷാജി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവ വേദികളിലെ മിമിക്രി മത്സരത്തിന്റെ വിധി നിർണയത്തിന് നിയോഗിക്കപ്പെടുന്നവർ മിമിക്രി കലാകാരന്മാർ തന്നെ ആയിരിക്കണമെന്ന് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മിമിക്രിയുമായി ബന്ധമില്ലാത്ത ആളുകൾ മിമിക്രി മത്സരത്തിന്റെ വിധി നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ തൃശൂർ പ്രസിഡന്റ് KT കൃഷ്ണകുമാർ പറഞ്ഞു. ഇക്കഴിഞ്ഞ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മിമിക്രി മത്സരങ്ങളിലെ വിധികർത്താക്കളിൽ പലരും യോഗ്യതയില്ലാത്തവരായിരുന്നുവെന്നും ഇത് സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പിനും വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അസോസിയേഷൻ ശ്രീജിത്ത് കോട്ടയിൽ, രാജേഷ് കലാഭവൻ, വിനോദ് P വിജയൻ, CK ബിജു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിജ്യം. തൃശൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അത്യാകർഷകമായ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് നെസ്റ്റോയിൽ കിടിലൻ ഓഫറുകൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ മറ്റാർക്കും നൽകാനാകാത്ത വിധം പൊടിപാറും ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓഫറുകളുടെ ഭാഗമായി 2499 രൂപ വിലയുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങുമ്പോൾ 1000 രൂപ വിലയുള്ള ഹൗസ് ഹോൾഡ് വൗച്ചർ ഫ്രീ ആയി ലഭിക്കും. ഈ വൗച്ചർ ഉപയോഗിച്ച് നവംബർ 24 മുതൽ 30 വരെ ഹൗസ് ഹോൾഡ് സെക്ഷനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. സൂപ്പർ മാർക്കറ്റ് വിഭാഗത്തിൽ നിന്ന് 1999 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ 1 ലിറ്റർ സൺപ്യൂർ സൺഫ്ലവർ ഓയിൽ, 3.5 കിലോ സൺപ്ലസ് സ്മാർട്ട് ഡിറ്റർജന്റ്, 125 ഗ്രാമിന്റെ 3 പിയേഴ്സ് സോപ്പ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് വെറും 99 രൂപയ്ക്ക് സ്വന്തമാക്കാം. 49,000 രൂപ വിലയുള്ള 43 ഇഞ്ച് സ്മാർട്ട് LED TV 9,999 രൂപയ്ക്കും 50,991 രൂപ വിലയുള്ള TCL 1 ടൺ 3 സ്റ്റാർ ഇൻവെർട്ടഡ് AC 19,999 രൂപയ്ക്കും സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. വെള്ളി, ശനി ദിവസങ്ങളിൽ മാത്രം 3 കിലോ സബോളയ്ക്ക് 49 രൂപ മാത്രമാണ് വില. ഡിറ്റർജന്റ്, മിൽമ നെയ്യ്, പ്രഷർ കുക്കർ, ബിരിയാണി പോട്ട്, 4 വീൽ ഹാർഡ് ട്രോളി, ഷർട്ട്, ടീഷർട്ട്, ബീഫ്, ഫിഷ്, പഴം, പച്ചക്കറി തുടങ്ങി ഒട്ടുമിക്ക ഇനങ്ങളും കിടിലൻ ഓഫറിൽ ഈ ദിവസങ്ങളിൽ സ്വന്തമാക്കാം. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. മുൻ വർഷങ്ങളിലേതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റാർക്കും നൽകാനാകാത്ത വിധം അത്യാകർഷകമായ ഓഫറുകളാണ് 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നതെന്ന് ഓപ്പറേഷൻ ഹെഡ് CV സനോജ്, സ്റ്റോർ മാനേജർ ഷഫാൻ, സൂപ്പർ മാർക്കറ്റ് മാനേജർ സിദ്ദിഖ് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ആനിവേഴ്സറിനേക്കാളും അധികം ഓഫറാണ് നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഹൗസ് ഹോൾഡിന് 2500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ നമ്മൾ ഗിഫ്റ്റ് വൗച്ചറായിട്ട് കൊടുക്കുന്നുണ്ട്. ആ 1000 രൂപ ഉപയോഗിച്ചിട്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസ് നമ്മൾ ഓഫർ കഴിഞ്ഞ പിറ്റേന്ന് മുതൽ പർച്ചേസ് ചെയ്യാം. ഈ ഓഫർ ഒരു ഷോപ്പൊന്നും ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്ത ഓഫറാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതുകൂടാതെ 1999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിയേഴ്സിന്റെ സോപ്പ് 99 രൂപ, സൺപ്ലസ് ഡിറ്റർജന്റ് പൗഡർ 3.5 കിലോ 99 രൂപ, സൺപ്യൂർ സൺഫ്ലവർ ഓയിൽ 99 രൂപ. ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റംസ് 99 രൂപയ്ക്ക് കസ്റ്റമർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഒരുപാട് ഓഫറുകൾ, നല്ല നല്ല ഓഫറുണ്ട്. ഇലക്ട്രോണിക്സിൽ ഒരുപാട് ഓഫറുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് ഓഫറുണ്ട്. കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ നെസ്റ്റോ ഏറ്റവും നല്ല ഓഫറാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വെള്ളി, ശനി, ഞായർ 3 ദിവസം.
സൂര്യഭാരതി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭങ്ങളായ സൂര്യഭാരതി ഇൻഷുറൻസ് ബ്രോക്കിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെയും MK ബ്രന്റ് ക്രൂഡിന്റെയും ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. തൃശൂർ നായ്ക്കിനാൽ AR മേനോൻ റോഡിൽ ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗിലാണ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. സിനി ആർട്ടിസ്റ്റ് ലക്ഷ്മി ഗോപാലസ്വാമി, സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാനും SB ഇൻഷുറൻസിന്റെയും MK ബ്രന്റിന്റെയും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KP മനോജ് കുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ SB ഇൻഷുറൻസ് ഡയറക്ടർ അജിത് കുമാർ, കേശവദാസ്, ജയകൃഷ്ണൻ, ഷബ്ന, ജനറൽ മാനേജർ മഹേഷ് വാര്യർ, ചീഫ് മാനേജർ പൂജ തുടങ്ങിയവർ സംസാരിച്ചു. NITC ഡയറക്ടർമാരായ വിദ്യാസാഗർ, KV മധു, സന്തോഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ, ജയകുമാർ, ചിന്തു സതീശൻ, ഇന്ദിരാ വിജയൻ, ശശികുമാർ, ബാലൻ കണിമംഗലം, അനുരാഗ് അശോകൻ, PV സജീവ്, മനോജ് താമത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. സാധാരണക്കാർക്കും താങ്ങാവുന്ന നിരക്കിൽ സമഗ്രമായ കവറേജ് ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുക എന്നതാണ് SB ഇൻഷുറൻസിന്റെ ലക്ഷ്യം. ലൈഫ് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ്, റീ ഇൻഷുറൻസ് എന്നിങ്ങനെ ഈ മേഖലയിലെ എല്ലാവിധ സേവനങ്ങളും ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുമായുള്ള സഹകരണത്തോടെ SB ഇൻഷുറൻസിൽ ലഭ്യമാണ്. ഏറ്റവും മികച്ച സ്കീമുകൾ ഏറ്റവും മിതമായ നിരക്കിൽ ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. MK ബ്രന്റ് ക്രൂഡ് ട്രേഡിംഗ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ സൂര്യഭാരതി ഗ്രൂപ്പ് ക്രൂഡ് ഓയിൽ മേഖലയിലേക്കും സംരംഭക നിക്ഷേപം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. സൂര്യഭാരതി ഫൗണ്ടേഷന്റെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന 100ഓളം ശാഖകൾ 500-ൽ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് സൂര്യഭാരതി ഗ്രൂപ്പ് CMD KP മനോജ് കുമാർ പറഞ്ഞു. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,535 രൂപ, പവന് 92,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. പൂജാ ബമ്പർ ഒന്നാം സമ്മാനം JD 545542 എന്ന ടിക്കറ്റിന്. സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുന്നു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയുടെയും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ 2 സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക തള്ളി. വിമത ഭീഷണിയിൽ മുന്നണികൾ. തൃശൂരിൽ തീറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പ്രതികളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തമായ സൂചന ലഭിച്ചു. കൊടുങ്ങല്ലൂരിൽ 3 വയസ്സുള്ള രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിന് നേരെ ആക്രമണം. ഓട്ടോറിക്ഷയിൽ തട്ടിയെന്ന് ആരോപിച്ച് ഓട്ടോ ഡ്രൈവറാണ് ആക്രമിച്ചത്. കാറളച്ച് ചെത്തുതെങ്ങുകൾക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് കാർ ഇടിച്ചു കയറ്റിയതായി പരാതി. വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്കാണ് കാർ ഇടിച്ചു കയറ്റിയത്. വെച്ചിലപ്പാറയിൽ പള്ളിക്ക് നേരെ കാട്ടാന ആക്രമണം. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കടന്ന കാട്ടാനകൾ സങ്കീർത്തിയിലെ സാധന സാമഗ്രികൾ നശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.